ആർ മാർക്കറ്റ് എന്ന് പറയുന്ന പ്രദേശത്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മദനപ്പള്ളിയിലെ ഒരു ഏരിയയാണ് ആർ മാർക്കറ്റ്. ഇങ്ങനെ നടക്കുമ്പോഴാണ് ഒരുപാട് മലയാളികൾ ഉള്ള ഒരു ഏരിയ നമുക്ക് കാണാനിടേണ്ടത്. പല ആളുകളും നമ്മോട് പറഞ്ഞിട്ടുണ്ട് ഈ ഏരിയയിൽ ഫുള്ള് മലയാളികളാണ് എന്നുള്ളത്. അങ്ങനെ വണ്ടി കൊണ്ട് പോകുമ്പോഴാണ് എവിടെന്നാ എന്താ എന്നുള്ളൊരു ചോദ്യവുമായി മുന്നോട്ട് വന്നത്. തെലുങ്ക് മാത്രം കേട്ട് പഴകിയ നമുക്ക് വലിയൊരു സന്തോഷമാണ് ഉണർത്തിയത്. പിന്നീടാണ് മനസ്സിലാക്കാൻ സാധിച്ചത് പുറത്തൂരുള്ള ഒരു വ്യക്തിയാണ് ഈ കാണുന്നത്, അയാളുടെ ഷോപ്പാണ് ഈ കാണുന്നത് എന്നെല്ലാം. എൻ്റെ പാട് കാണാത്ത പാട് മൂപ്പര് നേരെ പായുന്നത് ചായക്കടയിലേക്കാണ്. കുറേ പറഞ്ഞു നോക്കി, ചായ ഒന്നും വേണ്ട, ഞങ്ങൾ കുടിച്ചിട്ടാണ് ഇറങ്ങിയത് എന്നെല്ലാം. പക്ഷേ ചായ കുടിച്ചിട്ട് പോയാൽ മതി എന്നുള്ള നിർബന്ധവശാൽ ഞങ്ങൾക്ക് ചായയൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷമാണ് നമ്മളെ അവിടെ നിന്ന് വിട്ടത്. പുറത്തുകാരുടെ ആ ഒരു പ്രത്യേകതരം സ്നേഹമുണ്ടല്ലോ, അത് പുറത്തുനിന്നും അനുഭവിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലിങ്സ് വല്ലാത്തൊരു ഫീലിങ്സാണ്. അത് അനുഭവിച്ചവർക്കേ അറിയുള്ളൂ. ഇതുപോലത്തെ ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. ഇതിലേക്ക് വന്നപ്പോൾ മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്ന ഒരു പയ്യനെ കാണാൻ സാധിക്കുന്നുണ്ട്. മൈലാഞ്ചി ട്യൂബ് ഇങ്ങനെ പാക്കിങ് ചെയ്ത് വെക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. വിവരിച്ചപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ മുന്നിൽ കാണുന്ന പുസ്തകത്തിലുള്ള ഏത് മോഡൽ വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം എന്നുള്ളതാണ് അവൻ നമ്മളോട് പറഞ്ഞത്. നമ്മളൊക്കെ മൈലാഞ്ചി ഇടുന്നത് വല്ല കല്യാണത്തിനോ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ നൈറ്റിലാണ് കാണാറ്. ഇതിങ്ങനെ ഈ ഒരു സെറ്റപ്പോട് കൂടി ഒരു കടയിട്ട് ചെറിയൊരു വരുമാന മാർഗ്ഗത്തിന് വേണ്ടി ചെയ്യുന്നത് കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നി. ചെറിയൊരു എമൗണ്ടേ വരുള്ളൂ എന്നുള്ള ഒരു സംസാരത്തോട് കൂടിയിട്ടാണ് ഞാനും മഫ്താബും മുന്നിലേക്കുള്ള കാഴ്ചയിലേക്ക് മടങ്ങുന്നത്. മുന്നിലേക്ക് നോക്കുമ്പോൾ മുഴുവൻ കടകളിലും ഡ്രസ്സുകളാണ് തൂക്കിക്കിടക്കുന്നത് കാണുന്നത്. ഒരുപാട് കടകൾ തുറക്കാനായിട്ടുണ്ട്. നമ്മൾ നല്ല രാവിലെയാണ് ഇതിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. മുന്നിലേക്ക് വന്നപ്പോഴാണ് മടലപ്പള്ളിയിലെ ചർച്ച് കാണുന്നത്. വളരെ മനോഹരമായിട്ടുണ്ട് അതിങ്ങനെ കണ്ടു നിൽക്കാൻ. ഇവിടങ്ങളിലൊക്കെ തന്നെ കൂടുതലും കാണുന്നത് സെൽഫായിട്ടുള്ള ബിസിനസ്സുകളാണ്. ഒരു ഉന്തുവണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ സെൽഫായിട്ട് എന്തും ചെയ്യാം എന്നുള്ളതൊക്കെയാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. ഒരു ഫാൻസി സ്റ്റോറാണ് ഈ കാണുന്നത്. വളകളെല്ലാം തന്നെ മനോഹരമായിട്ട് ഇങ്ങനെ അട്ടിവെച്ചത് കാണാൻ തന്നെ വളരെയധികം രസമുണ്ട്. രാവിലെ വന്ന് അതിങ്ങനെ കൊട്ടിത്തെളിച്ച് അട്ടിവെക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലെ ഉന്തുവണ്ടിയിൽ വീണ്ടും നമുക്ക് ആ ഒരു കാഴ്ച തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാവരും പറയുന്ന ഒരു പേരുണ്ടായിരുന്നു, ജാമിയ മസ്ജിദ്. അവിടെ നല്ല രസകരമാണ് കാണാൻ എന്നുള്ളത്. അങ്ങനെ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ജാമിയ മസ്ജിദിന്റെ മുൻവശത്തായിട്ടാണ്. മുന്നിലായിട്ട് തന്നെ ഒരു മക്ബറയുണ്ട്. മനോഹരമായിട്ടുള്ള വലിയൊരു മസ്ജിദാണ് ജാമിയ മസ്ജിദ്. മദനപ്പള്ളിയിലെ ബാംഗ്ലൂർ ബസ് സ്റ്റാൻഡിനോട് ചാരിയിട്ടാണ് ഈ ഒരു പള്ളി വരുന്നത്. ബാംഗ്ലൂർ ബസ് സ്റ്റാൻഡിൻ്റെ മുൻവശത്തായിട്ടാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഈ ഒരു ബസ് സ്റ്റാൻഡിനോട് ചാരിയിട്ടാണ് പൂ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ തന്നെ പ്രവർത്തിക്കുന്നത്. വളരെ രസകരമാണ് ഇവിടുത്തെ ആ ഒരു സിറ്റുവേഷൻ. കണ്ണിന് കുളിർമയേകുന്നതാണ് എന്നും വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. മരങ്ങളൊക്കെ തന്നെ കുളിർന്ന് നിൽക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഈ കാണുന്ന റോട്ടിലൂടെ നമുക്കൊന്ന് മുന്നോട്ട് പോയി നോക്കാം. അവിടെ ഇങ്ങനെ ഒരു മക്ബറയുടെ കുബ്ബ കാര്യങ്ങളൊക്കെ തന്നെ കാണുന്നുണ്ട്. ഇതാണ് ഈ മക്ബറയിലേക്ക് കയറുന്ന എൻട്രൻസ്. ഉള്ളിലേക്ക് കയറിയതും നെട്ടിപ്പിച്ചുകൊണ്ട് ഒരുപാട് വാഹനങ്ങളൊക്കെ തന്നെ ഇവിടെ പാർക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. തക്കാളി പാക്കിംഗ് ചെയ്യുന്ന ഒരു വണ്ടി കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു വ്യക്തി നമ്മളെ വിളിക്കുകയാണ്, എന്താണ് ഏതാണെന്നുള്ള അന്വേഷണത്തോട് കൂടിയിട്ട്. പിന്നീട് നമ്മൾ വ്യക്തമാക്കി മനസ്സിലാക്കി കൊടുത്തപ്പോൾ മൂപ്പർക്ക് കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ ഈ ഒരു മക്ബറയുടെ അടുത്തേക്ക് നോക്കുമ്പോൾ 2-3 ഖബർസ്ഥാനുകളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ബോർഡിലായിട്ട് വിവിധതരം ആളുകളുടെ ഫോട്ടോയും മറ്റും കാണാൻ സാധിക്കുന്നുണ്ട്. കൊടികളും തോരണങ്ങളുമായിട്ടുള്ള ഒരു മക്കാം. ഈ കാണുന്ന 4-5 ഖബറുകളാണ് ഈ ഒരു മക്കാമിൻ്റെ ഒരു വിശേഷണം. ഇതുമൊക്കെ കടപ്പ, കല്ലുകൾ, ടൈലുകൾ ഇങ്ങനെയുള്ള ഉപകരണങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ പണിത് ഉയർത്തിയിട്ടുണ്ട്. മെയിൻ കവാടമാണ് ഈ കാണുന്നത്. കൊടിമരങ്ങളും ഒരു മരവും നമുക്കിവിടെ കാണാം. വലിയൊരു ദർഗയാണ് ഈ കാണുന്നത്. ഇവിടുത്തെ ആ ഒരു പ്രവർത്തനങ്ങൾ കൊണ്ട് ഇത് ചുരുങ്ങിപ്പോയതാകാം എന്നുള്ള വിശേഷണത്തോട് കൂടിയിട്ടാണ് ഞങ്ങളിങ്ങനെ മുന്നോട്ട് നടക്കുന്നത്.